നമസ്കാരം. പുതിയ അടവുമായി മാലദ്വീപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഊറിച്ചിരിച്ച് മോദി മാലദ്വീപിനെ സദാ നിരീക്ഷിക്കുകയുമാണ്. ചൈനീസ് സന്ദർശനത്തിനിടെ ഇന്ത്യയെ പുകഴ്ത്തി മാലദ്വീപ് മന്ത്രി ആളാകാൻ നോക്കിയത് ലോകം അന്താളിപ്പോടെയാണ് ഉറ്റുനോക്കിയത്. സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി മുഹമ്മദ് സയ്യിദ് ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് എന്നത് ഉറപ്പാണ്. മാലദ്വീപ് മന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ സമീപകാല ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചും മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചു. ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചൈനീസ് അനുകൂല ചായ്വുകൾക്ക് പേരുകേട്ട പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുത്തത് വലിയ ശ്രദ്ധയും നേടിയിരുന്നു. ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി മാലദ്വീപ് വിശ്വസിക്കുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി മുഹമ്മദ് സയ്യിദിന്റെ ഇപ്പോഴത്തെ ഈ അഭിപ്രായ പ്രകടനം. മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മാലദ്വീപ് മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയും മാലദ്വീപും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഇന്ത്യ തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് ഇൻബൗണ്ട് ടൂറിസത്തിന്റെ കാര്യത്തിൽ. മാലദ്വീപിൽ ധാരാളം ഇന്ത്യൻ നിക്ഷേപങ്ങളുണ്ട്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ. നോക്കൂ, ചൈന സന്ദർശിക്കുന്ന ആദ്യ മാലദ്വീപ് മന്ത്രിയാണ് സയ്യിദ്. ആ അവസരത്തിൽ തന്നെ സയ്യിദ് ഇന്ത്യയെ പുകഴ്ത്തിയത് ചൈനയുടെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് എത്തിയ തന്റെ ഔദ്യോഗിക സന്ദർശനം മാലദ്വീപിന്റെ സുപ്രധാന വിജയമാണെന്ന് പ്രസിഡന്റ് മൊയ്സുവും വിശേഷിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം മാലദ്വീപിനും പൗരന്മാർക്കും അഭിവൃദ്ധി നൽകുമെന്നും മൊയ്സു വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, ഇന്ത്യ മാലദ്വീപ് പ്രശ്നം വഷളായതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മാലദ്വീപ് പ്രസിഡന്റിന്റെ പ്രവർത്തികൾ തന്നെയായിരുന്നു. ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മാലദ്വീപ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുകയും ചൈനയുമായി സമഗ്രമായ തന്ത്രപരമായ സഹകരണ പങ്കാളിത്തം, അതേപോലെ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് മാലദ്വീപിലേക്ക് മാരകമല്ലാത്ത ആയുധങ്ങൾ സൗജന്യമായി നൽകുന്നതിന് ചൈനയുടെ സൈന്യവുമായി അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളിൽ ശക്തമായ നടപടികളാണ് ഇന്ത്യയും സ്വീകരിച്ചത്. മാലദ്വീപിന്റെ ടൂറിസം മേഖലയെ ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത്. ഇന്ത്യയെ പിണക്കിയാൽ നഷ്ടങ്ങളുടെ എണ്ണം മാലദ്വീപിന് വർദ്ധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് മാലദ്വീപ് ഇപ്പോൾ ചുവടുമാറ്റിയിരിക്കുന്നത് എന്നത് ഉറപ്പാണ്. ഇന്ത്യൻ സൈനികർക്ക് പകരം സിവിലിയന്മാരെ നിയമിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ മൊയ്സു ഇന്ത്യയുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാലദ്വീപ് നൽകേണ്ട കടം പുനഃക്രമീകരിക്കാൻ ചൈനയ്ക്ക് പദ്ധതിയില്ല എന്ന വിവരം നേരത്തെ പുറത്തുവരികയും ചെയ്തിരുന്നു. 2023 കണക്കുകൾ പ്രകാരം മാലദ്വീപിന്റെ വിദേശ കടം $4 ബില്യൺ അധികമാണെന്ന് പ്രസ്താവിക്കപ്പെടുന്നു. അതിൽ ഏകദേശം $1.5 ബില്യൺ ചൈനയോട് കടപ്പെട്ടിരിക്കുന്നു. കടം പുനഃക്രമീകരിക്കാതെ ശ്രീലങ്കയുടെ സമാനമായ സാഹചര്യം മാലദ്വീപിന് നേരിടേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. $200 മില്യൺ ചൈന മാലദ്വീപ് സൗഹൃദ പാലം ഉൾപ്പെടെ BRI വഴി ചൈന മാലദ്വീപിൽ നിരവധി വലിയ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊയ്സുവിന് കീഴിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമായി എന്ന് വേണമെങ്കിൽ പറയാം. നവീകരിച്ച ബന്ധം ചൈനയ്ക്ക് സാധ്യതയുള്ള നേട്ടങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ചൈനീസ് എണ്ണ ഇറക്കുമതിയുടെ 80% ഒഴുകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ വ്യാപാര പാതകളിലൊന്നാണ് മാലദ്വീപ്. മാലദ്വീപിൽ പല കണക്കുകൂട്ടലുകളും ചൈന നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിശകലന വിദഗ്ധർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെയോ ചൈനയെയോ മാറ്റി സ്ഥാപിക്കാൻ മൊയ്സു ആഗ്രഹിക്കുന്നില്ല എന്നാണ്. മറിച്ച് മികച്ച ഇടപാട് ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നതത്രേ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അയൽക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മോദിയുടെ അയൽപ്പക്കത്തിന് ആദ്യം എന്ന വിദേശ നയതന്ത്രത്തിന്റെ ഭാഗമാണ് മാലദ്വീപ്. ഈ സിദ്ധാന്തത്തിന് കീഴിൽ റോഡ്, പാലങ്ങൾ പദ്ധതിക്കായി 2021 ഇന്ത്യ മാലദ്വീപിന് $500 മില്യൺ വായ്പ നൽകുകയും സൈബർ സുരക്ഷയും താങ്ങാനാവുന്ന ഭവന നിർമ്മാണവും ഉൾപ്പെടെയുള്ള വികസന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി 2022 $100 മില്യൺ വായ്പ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും മാലദ്വീപ് ചൈനയോട് കൂടുതൽ അടുക്കുന്നതിൽ ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം ചൈനയുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മാലദ്വീപിനെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, ചൈനയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. പല വേദികളിലും ചൈന അത് പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് രാജ്യങ്ങളോട് കൂട്ടുകൂടുന്നതും അവരോട് ഇടപഴകുന്നതും. എന്തായാലും മാലദ്വീപിന് ഭാവിയിൽ കാത്തിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും. ചൈനയുടെ വലിയ കെണിയിൽ തന്നെ കൂപ്പുകുത്തി മാലദ്വീപ് വീഴുമെന്ന് തന്നെയാണ് വിശകലന വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നത്. മാലദ്വീപിന്റെ ഭാവി എന്തായിരിക്കും, ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.